എക്സ്പ്ലോറിംഗ് കേരളത്തിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് പുത്തൻപറമ്പിലെന്ന് പറയുന്ന സണ്ണി അങ്കിളുടെ വീട്ടിലാണ്. ഇത് പാറക്കൽക്കടവ് എന്ന് പറയുന്ന നമ്മുടെ പുതുപ്പള്ളിക്കടുത്ത് കോട്ടയത്തിന് പോകുന്ന വഴിക്കുള്ള ഒരു വീടാണ്. ഈ ഒരു വീട് സെലക്ട് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപാട് ചെടികളുള്ള ഒരു പൂന്തോട്ടമുള്ളൊരു വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കാണുക. ഇത് ഒരു ഗാർഡനെ കൊണ്ടൊന്നും ചെയ്ത ഗാർഡനല്ല. ഇത് ഈ പറയുന്ന സണ്ണി അങ്കിള് തന്നെത്താൻ ഉള്ള ഐഡിയയിൽ ചെയ്തിരിക്കുന്ന ഒരു ഉഗ്രൻ ഗാർഡനാണ്. ചുരുക്കം പറഞ്ഞാൽ ഒരു പാർക്ക് തോറ്റുപോകുന്ന തരത്തിലാണ് ഇവിടെ ചെടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. മൊത്തം എത്ര നാളായിട്ട് ഉള്ള ഹോബിയാണിത്? ഇത് കുറച്ച് ഹോബി ചെടിയെ വളർത്തുന്ന പറയാൻ എന്താ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ വീട്ടിൽ ഞാൻ വാഗത്താനത്ത് അമ്മയുടെ കൂടെ പോകും. അമ്മയുടെ കൂടെ പോകും. അമ്മ എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോകുമ്പം വരെ അന്ന് ആ അടുത്ത വീട്ടിൽ കാണുമ്പോൾ അമ്മ എനിക്ക് ആ ചെടി വേണമെന്ന് പറയും. അമ്മ ഇന്നാലും ആ വീട്ടുകാരോട്, അമ്മയുടെ അടുത്ത വീട്, അമ്മ ഇന്നാലും അവരോട് പറയും ഞാൻ ഒരു കമ്പ് തരാൻ പോകുന്നു. അത് മേടിച്ച് അന്ന് തൊട്ടും ഇന്ന് വരെ അമ്മ ഇപ്പം എനിക്ക് ഇവിടെ നെത്തിരി കണ്ട എന്നാലും അവിടെ പൂക്കുന്ന ഇഷ്ടമുള്ള ഉണ്ട്. അതാണ് ചെറുപ്പം തൊട്ടേ ഉള്ള കാര്യം. അത് ഇന്ന് തുടങ്ങിയൊന്നുമല്ല. നമ്മൾ പല വീടുകളിലും ഗാർഡൻ കണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരാർക്കെങ്കിലും ഒരു കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്, അവർ വന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു ഗാർഡനാണ് കൂടുതൽ. ഇത് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അന്നത്താൻ മാത്രം. അത് വെറൈറ്റി ചെടിയാണ്. ഇവിടെ ഇല്ല. ആണോ? മൂന്നാറിനുണ്ട്. ഇല്ല, ഞാനവിടെ ഞങ്ങള് എവിടെയാണ് നമ്മുടെ ക്ലബ് മഹീന്ദ്രയുടെ ഒരു റിസോർട്ട് നമ്മൾ മോഹൻ ഷെയറുണ്ട്. അവിടെ ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ചെടി കാണുന്ന കൊണ്ടിരുന്നു. അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു ചെടിയാണ്. ഇത് വരെയുണ്ട്. അവിടെ ഒന്നുകൂടി ഇത് അവിടെ നിന്ന് എടുത്താണോ? അവിടെ നിന്ന് അവിടെ ഞാൻ പറയാം. നമുക്ക് ഷെയർ ഉള്ളതുകൊണ്ട് അവർ പറയും. അവർ നമുക്ക് മെമ്പേഴ്സിന് അവർ പറയുന്ന ചെടി പറിച്ചു തരും. സത്യത്തിൽ കിട്ടുന്ന ഒരു വരുമാനത്തിന്റെ ഒരു നല്ല ശതമാനം ഇതിൽ തന്നെ പോയിട്ടുണ്ട്. നമുക്ക് തൃപ്തിയാ. എനിക്ക് തൃപ്തിയാണ്. നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതിലുള്ള തൃപ്തി. അത് കേട്ടേ പറ്റുള്ളൂ. അത് ആരോട് ആർക്കും ഒരു ചോദ്യം പറഞ്ഞൊന്നും വേണം. നമ്മളെ ചെയ്യും. അതാണ്. അത് ഇന്ന ചെയ്യാണ്, ചെടിക്ക് ചെയ്യണം എന്ന് പറയാനവരോട് നമുക്ക് ഇന്നങ്ങ് ചെയ്തേക്കാം. പുള്ളിക്കാരത്തെയും അതൊക്കെ ഇഷ്ടമാണ്. എല്ലാം മടിയാ, കുഴപ്പമൊന്നുമില്ല. ഈ പ്ലാസ്റ്റിക് ബോട്ടിലിന് ഈ ടെറാക്കോട്ട കളർ അടിച്ചാൽ കൊള്ളാമെന്ന് എങ്ങനെ തോന്നി? കാര്യം ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. എല്ലാവരും കുപ്പിക്കകത്ത് നട്ട് വെച്ചിട്ടുണ്ട്. അതൊരു വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്. പറയും പ്ലാസ്റ്റിക് കുപ്പിയാണെന്നൊക്കെ പറയാമെങ്കിൽ അതിനൊരു വൃത്തി തോന്നാറില്ല. പക്ഷെ ഇത് ടെറാക്കോട്ട. ഇത് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ നമ്മുടെ പെയിൻ്ററോടൊന്നും ചോദിച്ചു ഇങ്ങനെ ഈ കളറിലൂടെ നല്ലതെന്ന് പറയും. എന്നാൽ സണ്ണിച്ച അഭിപ്രായം ഒന്ന് അടിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കംപ്ലീറ്റ് അതിനടിച്ചു. ലുക്ക് മാറി കിട്ടി. നേരത്തെ റെഡ് പോലെ കളർ അടിച്ചിരുന്നു. അത് കളഞ്ഞു. ഭയങ്കര റെഡായിരുന്നു മൊത്തം. ഇതിനിപ്പോ ഒരു എന്താ പറഞ്ഞ ഒരു പ്രകൃതി കളറായി, ടെറാക്കോട്ട കളർ വന്നത്. നല്ല. അതെ, അതതിന്റെ ഭംഗി. സത്യത്തിൽ അങ്കിളിന്റെ ശരിക്കുള്ള പ്രൊഫഷൻ എന്തുവാ? ഞാൻ ആധാരം എഴുത്താണ്. വർഷങ്ങളായിട്ട്. പിന്നെ 1980 തൊട്ട്. എൻ്റെ അപ്പൻ 15ാമത്തെ വയസ്സിൽ ആധാരം എഴുതാൻ തുടങ്ങിയത്. അപ്പം അത് കണ്ടിന്യൂ ചെയ്തു. അത് തുടർന്നു. അപ്പം അച്ഛൻ്റെ ജോലിയും കണ്ടിന്യൂ ചെയ്യുന്നു, അമ്മയുടെ ഇൻട്രസ്റ്റും കണ്ടിന്യൂ ചെയ്യുന്നു, അല്ലേ? അതാണ് സത്യത്തില്. അപ്പൊ ഇതൊന്ന് മൊത്തം ഒന്ന് ഞങ്ങളിത് കാണിച്ചു തന്നെ. ഞാൻ തന്നെ വെട്ടി വെക്കുന്ന കേട്ടോ. ആരും ഇത് നമ്മുടെ ഒരു ഒരു കപ്പലണ്ടി ചെടി പോലെ അല്ലേ? കപ്പലണ്ടി ചെടിയാണ്. മഞ്ഞപ്പൂ ഉണ്ടാകുന്നത്. പിന്നെ ഇതൊരു എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും? ഒരു 10 വർഷം കൂടുതല. ഇത് അതുപോലെ തന്നെ ഒരു ചെടിയാണ്. 2 കളറാണ്. മറ്റേ വെള്ളയും നീലയും പൂ. ചില സമയത്ത് ഒത്തിരി ഉണ്ടാവും, നിറച്ചും പൂക്കളുണ്ട്. ഇത് മൊത്തത്തിൽ എങ്ങനെയാണ് ഒരു പ്ലാൻ ചെയ്ത് ഇത്രയും ഒരു ഏരിയയിൽ ഇങ്ങനെയൊക്കെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം? ഇതൊക്കെ ഓരോ പ്രാവശ്യം തോന്നുന്നതാണോ ഇങ്ങനെ? ഇത് നമ്മുടെ ആദ്യമേ ഇത് ഗാർഡൻ ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഞാൻ
ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തല്ലേ? ഇതിങ്ങനെ അവിടെ ഒരു തെങ്ങായിരുന്നു. ആ, തെങ്ങിന് വേണ്ടി അവിടെ ഉണ്ടായി. ആ, ആ, തെങ്ങ് അങ്ങ് പോയി. ആ, അവിടെയാണ് ഇപ്പൊ ആ ഒരു ചെടി വെച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഒരു തെങ്ങായിരുന്നു. ആ, ആ, തെങ്ങിന് വേണ്ടി ആ, ഇത് ഞാനിതെല്ലാം ഇങ്ങനെ ഉണ്ടായി. വട്ടം ചെയ്തു. ആ, എന്നിട്ട് തെങ്ങ് പോയി കഴിഞ്ഞാൽ ആ, അന്നേരം നമ്മുടെ ഫാദർ സമ്മതിക്കുകയല്ല ഇത് തെങ്ങ് പിന്നെ കളയാൻ. നമ്മൾ ഞാൻ വേണ്ട നമുക്ക് ഗാർഡൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇതെല്ലാം ഇങ്ങനെയൊക്കെ ശരിയാക്കി പണിത് അതിൻ്റെ അത് ഞാൻ പിന്നെ ചെടിയൊന്നും ആ, ആ ചെടി വെച്ചപ്പം ഒരു നമ്മുടെ മനസ്സിലെ പ്ലാനാണ്. ആ റൗണ്ടിൽ അവിടെ ഒരു ചെടി വെക്കുക. ഇതിനകത്ത് വേറെ ചെടിയായിരുന്നു, ജാതി വെച്ചപ്പോൾ പോയതാണ്. അതുകൊണ്ട് പിന്നെ കല്ലിട്ടു. പിന്നെ അവിടെ പിന്നെ ഇവിടെ വന്ന് പിന്നെ മീൻകുളം ഇങ്ങോട്ട് വരും. മീൻകുളം വന്നപ്പം ചുമ്മാ ഇരിക്കുന്ന ചെടിയല്ല, അതിൻ്റെ ഒരു രൂപം വേണ്ട, ഒരു അലങ്കാരം, ഒരു ഷേപ്പ് വേണ്ടേ. അതിനു വേണ്ടി ഞാനിങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ഷേപ്പ് ചെയ്തു. അവിടെ ഒന്ന് വെച്ചിരുന്നു, ഇവിടെ ഒരു കുളം. ഈ രണ്ട് കുളവും കൂടെ കൂട്ടി ഈ ഒരു ആകൃതി അങ്ങോട്ട് കൊടുത്തു. എന്നാലും ഇപ്പോൾ ഒരു പ്രത്യേക രൂപമായി. അതാണ് ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. മൊത്തം ഇതിനകത്ത് എത്ര കൂട്ടം ചെടികളാണ് ഒരു ഇനങ്ങൾ തപ്പുവാണെങ്കിൽ? ഒരു 10-30 അല്ല, അല്ലല്ല, ഒരു 60-70 ഇനം മിനിമം കാണും. ഒത്തിരി ഉണ്ട്. നമ്മൾ നോക്കാറില്ല, അതാണ് കാര്യം. ആര് നോക്കുന്നു? വളയിടുന്നു, നോക്കുന്നു. ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള എന്തരാ പൂക്കളുള്ളതിനാണോ ഇഷ്ടം, അതോ ഇങ്ങനെ ഇലച്ചെടികളാണ് ഇഷ്ടം? വൈഫിന് ഇഷ്ടം പൂച്ചെടികൾ. അപ്പോൾ രണ്ടും കൊണ്ട് ഒരു ചെറിയ മിക്സ്. അതിനുവേണ്ടി അങ്ങനെ. ഇവിടെ രണ്ടാമത് ഈ വീട് പണിത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത് ആദ്യം പണിത വീട് ഈ പഴയ വീട്, അത് ഇനി പുതിയത് വാഴയൊക്കെ കിടക്കുമായിരുന്നു. അത് പഴയ വീട്. ഇത് സത്യത്തിൽ പറമ്പായിട്ട് കിടന്ന സ്ഥലമാണ്. പറമ്പായിരുന്നു, കുഴി, അതുപോലത്തെ കുഴി കിടന്നത്. അതിന് ഇത്രയും മാത്രം ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ആദ്യത്തെ വീടിൻ്റെ അനുസരിച്ചുള്ള ഇവിടെ ഒരു പ്ലാൻ അങ്ങനെ ഉണ്ട്, വളവുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ആ വളവിനെടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വീട് പണിതിപ്പം അതിൻ്റെ ഇവിടെ കാട് പോലെ വരുന്നു. എന്നാലും അവിടെ കൂടെ കാടുണ്ടാക്കി അതിൻ്റെതായ ഒരു രൂപത്തിൽ അങ്ങ് മാറ്റി. ഇവിടെ ഓൾറെഡി നിന്ന മരമാണോ ഇത്, അതോ തടി കൊണ്ട് കുഴിച്ചിട്ടോ? അത് പ്രത്യേകം ഓർക്കിഡിന് വേണ്ടി ഒരു കമ്പ് കുഴിച്ചിട്ടോ? ഒരു തടി കുഴിച്ചിട്ടിരിക്കുക. ഒരു 2 ആഴ്ച ആയുള്ളൂ. ഇത് ഡാൻസിങ്ങുകളൊക്കെയാണ്. ഇതിലോട്ട് വേരം പിടിച്ചോളൂ. നല്ലതായിട്ട് മറച്ചു പോവായിരുന്നു. അവിടെ ഇതുണ്ട്. ഇതൊരു നമ്മുടെ ഒരു സർവ്വസുഗന്ധി എന്ന് പറയുന്ന മരം. അത് പോയതാ. അതിങ്ങനെ അത് കളഞ്ഞിട്ട് അത് പോയി കഴിഞ്ഞപ്പോൾ അതല്ല ഇതുപോലെ നമ്മൾ നെറ്റ് കെട്ടിട്ട് ഓർക്കിഡ് വെച്ചു. അത് വെച്ച് ഓട് പിടിച്ചു. കൂടുതലും ചെടികൾ എവിടെ നിന്നാണ് മേടിക്കുന്നത്? ഫേസ്ബുക്ക്, ഇന്റർനെറ്റിൽ നിന്നാണോ, അതോ കോട്ടയത്ത് നേഴ്സറിയിൽ നിന്നൊക്കെ മാങ്ങ മടിക്കോളിൻ്റെ അവിടെ അവിടെയൊക്കെയാണ് മേടിക്കുന്നത്. സത്യത്തിൽ ഒരു പാർക്ക് പോലെയാണ് ശരിക്കും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു വഴി, ഒരു ഗാർഡൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണുന്നവർ എന്നോട് ചോദിക്കുന്നു, സണ്ണി ഇവിടെ പാർക്കുണ്ടോ? ഞാൻ പറഞ്ഞ ചെറിയ മിനി പാർക്ക് പറയുന്നല്ലേ. ഞാനിവിടെ ഒരു തടിയെടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഉണ്ണി ഓർക്കിഡ് വെച്ചിരിക്കുക. അതായത് ഇതിന് ഈ ഓർക്കിഡിനെ വേറെ ഉണ്ടോ പിടിച്ച് നീക്കണ്ടോ അവിടെ പിടിച്ച്. എന്നാലും അത് കുറച്ചു. ഇത് നമ്മുടെ മറ്റേ പുളിയാ അല്ലേ? ഇരുമ്പുളിയുടെ ഇതൊക്കെ നമ്മളങ്ങ് ചുമ്മാ ചെയ്യാണ്. കുറേ പോട്ടുണ്ടല്ലോ. സാധാരണ ആരും അത്രയും പോട്ടുകൾ. നമ്മൾ മെയിനായിട്ട് ഇവിടെ ചെടികൾക്ക് എന്ത് വളങ്ങളാണ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും? ഞാൻ ഈ സെറാമില് എല്ലുപൊടി, ചാണകപ്പൊടി, പിന്നെ ഗ്രീൻ കെയർ അത് ഉപയോഗിക്കും. അല്ലാതെ ചെറുതായിട്ട് സ്പ്രേ ചെയ്യും. അത് സ്പ്രേ ഇലകളിലല്ല. ചില സമയം 19 എന്ന് പറഞ്ഞൊരു സ്പ്രേ ഉണ്ട്, അതുകൂടെ സ്പ്രേ ചെയ്യും. അതൊക്കെ ബെസ്റ്റാ. കളർ കിട്ടും. ചില സമയത്ത് ഇല കിട്ടും, ഇല വരുമ്പോൾ വേറെ 19 കിട്ടും. കുഴപ്പമൊന്നും നല്ല സാധനമാണ്. നമ്മൾ ഈ ചെടികളുള്ള ഒരു വീട്ടിൽ ചെല്ലുമ്പോഴും ചെടികളില്ലാത്തൊരു വീട്ടിൽ ചെല്ലുമ്പോഴും ഒരു വളരെ ഒരു അത് തന്നെയല്ലേ നമ്മുടെ ഒരു മനസ്സിൽ നമുക്കൊരു വിഷമം ഉണ്ടായിട്ട് നമ്മളിവിടെ വരുമ്പോഴാണെങ്കിലും ഈ ചെടിയും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നമ്മൾ റിലാക്സ് മനസ്സുകൊണ്ടെന്നറിയോ. അതെ. വെളുപ്പിനെ കാലത്ത് എഴുന്നേറ്റിങ്ങോട്ട് വന്ന ആദ്യം ഇവരെല്ലാം നോക്കും.
അന്നേരം നമ്മുടെ മനസ്സിന് നല്ല സുഖം. ആ ചെടി വെക്കണം, എല്ലാവരും ചെടി വെക്കണം. അതെ അതെ അതെ, ചെടി വെക്കും, എല്ലാവരും ചെടി വെച്ചെങ്കിലേ കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും അതിന് പറ്റുന്ന ചെടികൾ അവരെ വെക്കണം. അതെ അതെ അതെ, ഉള്ള സ്ഥലത്ത് നമ്മൾ ചെടി വെച്ച് അവിടെ സഹകരിക്കണം. എന്നാൽ കാണാൻ അതിൻ്റെ അനുഭവം വെച്ചാലേ അറിയാവൂ. അതെ, അത് വെച്ചാലേ അറിയത്തുള്ളൂ. നമ്മുടെ മനസ്സിന്റെ ചിന്താഗതിക്ക് തന്നെ ഒരു വലിയ മാറ്റമുണ്ട്. തീർച്ചയായിട്ടും. ഈ ഗാർഡനെ കുറിച്ച് എന്താ സ്വന്തം അഭിപ്രായം ഇതുവരെ ഉള്ളത്? ഇത്രയും നാളത്തെ അനുഭവം കൂടെ നടന്നിട്ട് ഉള്ളതുപോലെ പറയണം. നല്ല രസമല്ലേ? അതെ, എനിക്കിഷ്ടമാണ്. എവിടെ പോയാലും ഞാൻ പറയും ആടെ ചെടി കണ്ടോ, ഈ ചെടി കണ്ടോ എന്നും പറഞ്ഞ് ഞാൻ പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഇതിനായിട്ട് എനിക്ക് സമയം കളയാനില്ല. കാരണം എനിക്ക് വേറെ ഒത്തിരി പരിപാടിയുണ്ട്. കലാപരമായിട്ട് സാധനങ്ങളൊക്കെ ഇവിടെ നട്ടു തരും, അതിനെ ഒന്ന് നോക്കണം അല്ലേ, വെള്ളമൊക്കെ ഒഴിച്ച്. എനിക്ക് ചെടി എനിക്ക് പൂവുള്ള ചെടിയാണ് ഇഷ്ടം. അതായത് ആ സ്നേഹമാണ് ഇടയ്ക്കിടയ്ക്ക് പൂത്ത് നിൽക്കുന്നത് അവിടെ ഇവിടെ. മൊത്തമില്ല എന്നാൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ആവശ്യത്തിനുള്ളതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊരു നല്ല പ്രചോദനമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ആളുകളൊക്കെ ചെയ്യുന്ന ഇതുപോലെയുള്ള ഗാർഡനൊക്കെ കാണുക. നമ്മളും നമ്മുടെ വീടുകളിൽ ഇതുപോലെയൊക്കെ നല്ല മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ടാക്കുക. കാര്യം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിതത്തിൽ നമുക്ക് എന്താ പറയുക, ഒരുപാട് ടെൻഷനുള്ള ലൈഫാണ്. അപ്പം നമുക്കൊരു റിലാക്സേഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ വീടും ചുറ്റുപാട്ടിലും ഒക്കെ ഇതുപോലെ കുറച്ച് ചെടികൾ, ഇതുപോലെ ഒരുപാട് സ്ഥലം വേണമെന്നില്ല, സ്ഥലം കുറവുള്ളവർക്കും അവരുടേതായ രീതിയിൽ ഒരു ചെറിയ ഗാർഡനും കുറച്ച് പച്ചപ്പുമൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക്.